നോക്കാം. ഞാൻ ബാങ്കിൽ മേക്ക് ചെയ്യുന്ന ഫസ്റ്റ് ടൈമിൽ ത്രെഡ് റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്തത് എൻ്റെ ഈ അടപ്പാണ്. എനിക്ക് എങ്ങനെ പോയാലും ഒരു 2.5 ബാങ്കിൽ എനിക്കൊരു 3 പ്രാവശ്യമെങ്കിലും ത്രെഡ് ഈ അടപ്പിൽ ചുറ്റിയെടുക്കേണ്ടി വരും. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു കാർഡ് ബോർഡ് എടുക്കുക. ഇതെൻ്റെ അനിയത്തിയുടെ എക്സാം ബോർഡാണ്. അപ്പം ഇതുപോലെ എക്സാം ബോർഡോ അല്ലെങ്കിൽ കാർഡ് ബോർഡോ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും 2.4 ഇഞ്ചസ് ബാങ്കിളിന് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ത്രെഡ് വേണ്ടി വരുമെന്ന്. അപ്പം ഞാനിവിടെ റെഡ് ത്രെഡാണ്, സിൽക്ക് ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെ റാപ്പ് ചെയ്യാൻ നോക്കാം. ത്രെഡ് റാപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നൂല് കാർഡ് ബോർഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നേ അവിടെ ഒരു കുരുക്കിട്ട് അതങ്ങ് ഫിക്സ് ആക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണ ത്രെഡ് ഇങ്ങനെ റാപ്പ് ചെയ്യും തോറും നമ്മുടെ കൈ അവിടെ ആ ത്രെഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ റാപ്പ് ചെയ്ത് തുടങ്ങുക. ഒരു ബിഗിനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 15 തവണ ചുറ്റുക. അതിൽ കൂടുതൽ മാക്സിമം 20 കൂടുതൽ ഫസ്റ്റ് ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്കും തുടക്കത്തിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾ 20-30 തവണയൊക്കെ നിങ്ങൾ നൂലിങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിളിൽ നിങ്ങൾ ചുറ്റുന്ന സമയത്ത് ബൾക്കി ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും കുറഞ്ഞ തവണ ഒരു 10-15, മാക്സിമം 15 അല്ലെങ്കിൽ 20 വട്ടം ഇങ്ങനെ ചുറ്റുക. ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ നേരത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ത്രെഡ് ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ത്രെഡ് പല വഴിക്ക് പോവും. ഓരോന്നും ഓരോ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് സെൻറ്ററിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലോ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നൂല് ഒരുപോലെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ നൂല് ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ നൂലിങ്ങനെ ഓരോന്നും അൺഈവനായിട്ട് നമുക്ക് വരും. അപ്പം നമ്മൾ അൺഈവനായിട്ടുള്ള പാർട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈവനായിട്ട് നമ്മൾ നൂലെടുക്കാൻ നോക്കുക. ഈ ത്രെഡ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിയൊന്നും എടുക്കാതിരിക്കുക. എപ്പോഴും ഇങ്ങനെ വിരിച്ച് വെച്ച് ത്രെഡ് എടുക്കുക. എന്നിട്ട് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറയുന്നത് ഗമ്മൊട്ടിക്കുന്നതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗമ്മൊട്ടിക്കുന്ന സമയത്ത് ഈ ത്രെഡ് ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു 2 മിനിറ്റ്സ് 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഗമ്മ് ഉണങ്ങിക്കോളും. ഒരിക്കലും ഈ നൂല് റാപ്പ് ചെയ്തിട്ട് ചുറ്റിയിട്ട് നിങ്ങൾ ഗമ്മൊട്ടിക്കാൻ നിൽക്കരുത്. എന്നിട്ട് അത് ബാങ്കിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഈവനായിട്ട് ചുറ്റാനായിട്ട് പറ്റത്തില്ല. അത് ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടി ഇരിക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്നത്. എപ്പോഴും നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ വിരിച്ച് വെച്ച് ഗമ്മൊട്ടിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ബാങ്കിളിൽ ഗമ്മൊട്ടിച്ചത്. ബാങ്കിളിൽ ഗമ്മൊട്ടിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ടാണ് റാപ്പ് ചെയ്യാൻ തുടങ്ങാൻ. റാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കണ്ടോ, ഞാൻ സൈഡിൽ ഫിംഗർ പ്ലേസ് ചെയ്തതുപോലെ നിങ്ങൾ ഫിംഗർ ടൈറ്റായിട്ട് ആ ത്രെഡിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേണം റാപ്പ് ചെയ്യാൻ. ഇല്ലെങ്കിൽ കണ്ടോ, ഈ നൂല് ഇങ്ങനെ വിരിഞ്ഞ് പോവും. അങ്ങനെ വിരിഞ്ഞ് പോയാൽ നമുക്ക് ബാങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചുറ്റി വെച്ചതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബാങ്കിൽ ചുറ്റാൻ നേരത്ത് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നന്നായി പിടിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റുക. ഏറ്റവും കൂടുതൽ സമാധാനം വേണ്ടത് ഈ ടൈമിലാണ്. നമുക്ക് ക്ഷമയോടുകൂടി തന്നെ ചുറ്റുക. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ബാങ്കിൽ റാപ്പ് ചെയ്യുന്നതെന്ന്. അല്ല, ഞാൻ ഭയങ്കര ക്ഷമയോടുകൂടിയാണ് ഓരോ തവണയും ചുറ്റി കറക്കി എടുക്കുന്നത്. നിങ്ങൾ അതുപോലെ ക്ഷമയോടുകൂടി ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ ബാങ്കിളിൻ്റെ ഓരോരോ സ്പേസിലും നമുക്കിങ്ങനെ വിടവ് വരും. അതായത് നമ്മൾ ഓരോ സ്റ്റാൻസ് കറക്കിയിട്ട് നമ്മൾ അടുത്തതിൽ പോകുമ്പം സ്പേസ് വരാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ പകുതിയിൽ വെച്ച് നിങ്ങളുടെ നൂല് കഴിഞ്ഞു പോകും. അപ്പം നിങ്ങൾ അടുത്ത നൂല് അതുപോലെ കറക്കി എടുക്കുക. അപ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തിരിച്ചും ബാങ്കിളിൽ റാപ്പ് ചെയ്യാൻ നേരത്ത് എവിടെയാണോ തീർന്നത്
അതിൻ്റെ അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ത്രെഡിൽ ഗമ്മ് തേച്ചിട്ട് നമ്മൾ പ്ലേസ് ചെയ്തത് അതുപോലെ പ്ലേസ് ചെയ്യുക. ആ സ്ഥലത്ത് ഒരു ബൾക്കി ഫീൽ ഇല്ലാണ്ട് പ്ലേസ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനത്തത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മൾ ഫിനിഷിങ്ങിൽ ഗം ഒട്ടിക്കേണ്ടത്. ഫിനിഷിൽ ഗം ഒട്ടിക്കുമ്പോഴേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അവിടെ ഒരു ബൾക്കി ഫീൽ ഇല്ലാണ്ട് പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് ഗം ഒട്ടിച്ചിട്ട് അതിൽ നമുക്ക് ത്രെഡിനെ പ്ലേസ് ചെയ്യണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങളും കുറച്ച് ഇതൊക്കെ പറ്റും. പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കേണ്ട, ചെയ്ത് ശീലമാവും. അപ്പോൾ എൻ്റെ ഇതെന്ന് പറയുന്നത് ഇതുപോലെ ആദ്യം ആ നൂലിൽ ഇങ്ങനെ ഗമ്മ് പ്ലേസ് ചെയ്തിട്ട് അതിനിങ്ങനെ വലിച്ച് സ്പേസ് വരാണ്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുന്നതാണ്. എന്നിട്ട് ഞാനത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യും. ഇപ്പോൾ ചിലവർക്ക് ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ അല്ലാണ്ട് ആദ്യമേ നൂല് കട്ട് ചെയ്തിട്ട് ഗം ഒട്ടിച്ചിട്ട് പ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ വശം വരുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് ഗം ഒട്ടിക്കും. എന്നിട്ട് ബാക്കി പാർട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.